ചില കാര്യങ്ങൾ നമ്മൾ അങ്ങനെയാണല്ലേ, നമ്മൾ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുണ്ടാവും ചില ആളുകളെ മീറ്റ് ചെയ്യണം, ചില ആളുകളുമായിട്ട് നല്ല സൗഹൃദം ഉണ്ടാവണം. എന്തെങ്കിലും ഒരു സമയത്ത് അവർ നമ്മളുമായിട്ടൊരു ജേണിയിൽ, നമ്മുടെ ലൈഫിൽ ഒരു ജേണിയിൽ നമ്മുടെ ഭാഗമാകണം അല്ലേ. സോ ഫുള്ളി സർപ്രൈസിങ് പോലെയാണ് മൗസിയിലേക്ക് അല്ലെങ്കിൽ അസറിലേക്ക് ഞാൻ എത്തുന്ന ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരു സമയത്ത് സ്കെയിലപ്പിലെ കോൺക്ലേവിലാണ് ഞാൻ അസറിനെ മീറ്റ് ചെയ്യുന്നത്. അതിലൂടെ എൻ്റെ പോഡ്കാസ്റ്റ് വിത്ത് ഓൺടർപ്രണേഴ്സ് എന്ന് പറയുന്ന സീരീസിലേക്ക് ഞാൻ അസറിനെ ഇൻവൈറ്റ് ചെയ്തു. അസർ വന്നു. അതിനുശേഷം മൗസിയെ കുറിച്ച് മൗസി എങ്ങനെ ആയിരിക്കണം ആളുകളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് അസറിന് നല്ല വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നു. സംഭവം ഞാൻ കേട്ടപ്പോൾ ഐ തോട്ട് ലൈക്ക് ഐ ക്യാൻ ഹെൽപ്പ് ഹിം. എനിക്ക് അത് നല്ല രീതിയിൽ എന്താ പറയാ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഐ ഹാവ് ഒരു ഗുഡ് ടീം എൻ്റെ പിന്നിലുണ്ടല്ലോ. നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും അവരുടെ സോഷ്യൽ മീഡിയ പേജ് എങ്ങനെയായിരുന്നു. അതിനുശേഷം ഇവിടുന്ന് ഒരു 1 month കഴിഞ്ഞ് 2 monthലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് വന്ന മാറ്റങ്ങൾ, അതിൻ്റെ എൻഗേജ്മെന്റിന്റെ മാറ്റങ്ങൾ, നമ്മൾ അവിടെ ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കോൺസെപ്റ്റുകൾ, ഇതെല്ലാം അസറിനെ സത്യം പറഞ്ഞാൽ അല്ലാത്ത രീതിയിൽ ഇഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അസർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, സൽമാൻ ഞങ്ങൾ പ്രതീക്ഷിച്ചതിന് അപ്പുറമായിട്ടുണ്ട് നിങ്ങളുടെ വീഡിയോ കമ്മ്യൂണിക്കേഷൻസിന്റെ വീഡിയോ സ്ക്രിപ്റ്റിംഗ് കാര്യങ്ങളൊക്കെ. സോ ഒന്നും പറയാനില്ല, താങ്ക് യു എന്ന് പറഞ്ഞൊരു ഒരു കോൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. താങ്ക് യു അസർ ഫോർ ഓപ്പർച്യൂണിറ്റി.